നമസ്കാരം. ശ്രീ ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ്. എന്നാൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാകാൻ ഒരു തരത്തിലും സാധ്യതയില്ലതാനും. കാരണം 19ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സംഘപരിവാർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. 1980-ൽ. അന്ന് ക്രൈസ്തവ യുവത്വം മിഷൻ ലീഗിലും യുവദീപ്തിയിലുമൊക്കെയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജോർജ് കുര്യൻ RSS പ്രവർത്തകനാണ്. ആ കാലത്ത് ക്രിസ്ത്യൻ ചെറുപ്പക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. എമ്പുരാൻ സിനിമയിലെ കുരിശൊടിഞ്ഞു വീഴുന്ന സീൻ ക്രിസ്ത്യാനിറ്റിയെ ഒന്നാകെ അപമാനിച്ചു. അതുകൊണ്ട് സിനിമ നിരോധിക്കണം, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് ഘോരം പ്രസംഗിച്ച് ക്രിസ്ത്യാനിയുടെ സംരക്ഷകൻ ചമയുന്ന ജോർജ് കുര്യനെ രാജ്യസഭയിൽ കണ്ടു. അതുകൊണ്ട് എനിക്ക് താങ്കളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ജോർജ് കുര്യൻ, താങ്കൾ സിനിമയിലെ ഒടിഞ്ഞു വീണ കുരിശിന്റെ പേരിൽ അപമാനിതരായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഘോരം വാദിക്കുമ്പോൾ സിനിമയ്ക്ക് പുറത്ത് യഥാർത്ഥ ജീവിതത്തിൽ ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികരെ ഒരു കൂട്ടം സംഘപരിവാറുകാർ ആക്രമിക്കുകയായിരുന്നു. ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായ ജോർജ് കുര്യൻ പ്രതിഷേധത്തിന്റെ ഒരു നേർത്ത സ്വരം പോലും പുറപ്പെടുവിച്ചില്ല. എന്റെ ചോദ്യം ഇതാണ്, മിസ്റ്റർ ജോർജ് കുര്യൻ, നിങ്ങൾ മറന്നുപോയതോ അതോ RSSന്റെ തിട്ടൂരം അനുസരിച്ചതോ? രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് ഇനത്തിൽ 240 കോടി രൂപ വകയിരുത്തിയിരുന്നു പണ്ട്. ഇപ്പോ അത് എത്ര കോടിയാണെന്ന് ജോർജ് കുര്യൻ അറിയാമോ? 0.5 കോടി രൂപ, അതായത് 50 ലക്ഷം. എന്റെ സമുദായത്തിലെ ദരിദ്രരായ കുട്ടികളെ പഠിപ്പിക്കാൻ കോടികൾ വകയിരുത്തിയേ മതിയാവൂ എന്ന് ജോർജ് കുര്യൻ ഒരിടത്തും ആവശ്യപ്പെട്ടില്ല. ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്നു എന്ന് പറഞ്ഞ് 1999-ൽ ഗ്രഹാം സ്റ്റെയിനെയും അദ്ദേഹത്തിന്റെ 10 വയസ്സും 6 വയസ്സുമുള്ള 2 മക്കളെയും ഹിന്ദുത്വ തീവ്രവാദികൾ ചുട്ടെരിച്ചപ്പോൾ ജോർജ് കുര്യന് 38 വയസ്സ്. ജോർജ് കുര്യൻ അന്നും മിണ്ടിയില്ല. കൊലയാളികൾക്കൊപ്പം പക്ഷം ചേർന്നു. ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ റോമൻ കത്തോലിക്ക ജെസ്യൂട്ട് വൈദികനായ സ്റ്റാൻ സാമിയെ അർബൻ നക്സലേറ്റ് എന്ന് വിളിച്ച് ജയിലിലടച്ചു മോദി ഭരണകൂടം. പാർക്കിസൺ രോഗം ബാധിച്ച ആ 74 വയസ്സുകാരന്റെ വിറയാർന്ന കൈകൾ കൊണ്ട് ഗ്ലാസ് പിടിച്ച് വെള്ളം കുടിക്കാൻ കഴിയാത്തതിനാൽ ഒരു സിപ്പർ തരുമോ എന്ന് അപേക്ഷിച്ചിട്ട് അതിന്മേൽ 1 മാസത്തിലധികം വിചാരണ നടത്തിയവരാണ് മോദി ഭരണകൂടം. എന്നിട്ട് സിപ്പർ തരാൻ കഴിയില്ല എന്ന് വിധി എഴുതി. കോവിഡ് കാലത്ത് ജോർജ് കുര്യൻ അകലം പാലിച്ച് വീട്ടിൽ സുരക്ഷിതനായിരുന്നപ്പോൾ 84 വയസ്സുള്ള ആ വന്ധ്യ വയോധികൻ കാലിൽ ചങ്ങലയിട്ട് ജയിലിലായിരുന്നു. രോഗം മൂർച്ഛിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കെ അദ്ദേഹം മരിച്ചു. അല്ല, ഭരണകൂടം കൊന്നുകളഞ്ഞു. ജോർജ് കുര്യന്റെ പ്രതിഷേധം ഒരിടത്തും ഞാൻ വായിച്ചില്ല. ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായ ജോർജ് കുര്യന് ഒരു സിപ്പറെങ്കിലും ആ വൈദികന് കൊടുക്കാൻ അപേക്ഷിക്കാമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. നോർത്ത് ഇന്ത്യയിൽ വൈദികർ ഭയത്തോടെ ജീവിക്കുന്നു. വ്യാപകമായി കുരിശ് തകർക്കുന്നു, ദേവാലയങ്ങൾ തകർക്കുന്നു, മാതാവിന്റെ രൂപം തല്ലി തകർക്കുന്നു, മാതാവിന്റെ രൂപത്തിൽ മേലുള്ള വസ്ത്രം വലിച്ചുകൊണ്ടോടുന്നു. ഒരു ഖേദപ്രകടനവും ജോർജ് കുര്യൻ നടത്തിയതായി നമ്മളെങ്ങും കണ്ടില്ല. 1998-ൽ BJP അധികാരത്തിൽ വന്ന അന്നു മുതലാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചത്. ജോർജ് കുര്യൻ അത് നിഷേധിക്കാനാകുമോ? ക്രൈസ്തവർക്കെതിരെ 118 ആക്രമണങ്ങളാണ് ആ വർഷം നടന്നത്. ഒരുപാട് വൈദികരെ വധിച്ചു, കന്യാസ്ത്രീകളെ മാനഭംഗം ചെയ്തു. ജോർജിലെ ക്രിസ്ത്യാനി ഉണർന്നതേയില്ല. 1998-ലെ ക്രിസ്തുമസ് മുതൽ 10 ദിവസം ഭീകരമായ ക്രൈസ്തവ വേട്ട ഈ ഭാരതത്തിൽ നടന്നു. 20 ദേവാലയങ്ങൾ അഗ്നിയിൽ വെന്തു നശിച്ചു. അതിൽ കുരിശുമുണ്ടായിരുന്നു. മിസ്റ്റർ ജോർജ് കുര്യൻ, നിങ്ങളുടെ എമ്പുരാൻ പ്രതിഷേധം അന്ന് ഞങ്ങൾ എവിടെയും കണ്ടില്ല. രാജ്യത്തെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതം മാറ്റം നടത്തുന്നു എന്ന് പറഞ്ഞ് തകർത്തുകൊണ്ടേയിരിക്കുന്നു. എവിടെയാണ് മിസ്റ്റർ ജോർജ് കുര്യൻ നിങ്ങൾ? സ്വാമി ലക്ഷ്മണാനന്ദയെ കൊന്നത് ക്രൈസ്തവരാണ് എന്ന് പറഞ്ഞ് VHP നേതാവ് പ്രവീൺ തൊഗാഡിയ കലാപത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ 100 ക്രൈസ്തവരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 56,000 പേർ ഭവനരഹിതരായി. 300 ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കലാപമായിരുന്നു അത്. നിർമ്മല സീതാരാമനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും ഇതിൽ പങ്കുണ്ടെന്ന തെളിവുകൾ പുറത്തന്നു വന്നിരുന്നു. മിസ്റ്റർ ജോർജ് കുര്യൻ, നിങ്ങളപ്പോൾ എവിടെയായിരുന്നു? തിരുവസ്ത്രം ധരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിലെ തൂണിൽ കന്യാസ്ത്രീകളെ കെട്ടിയിട്ട് ആൾക്കൂട്ട വിചാരണ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് മണിക്കൂറുകളോളം ഇരുത്തിയപ്പോൾ ജോർജ് കുര്യൻ പ്രതിഷേധിച്ച് കണ്ടേയില്ല. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് നേരെ VHP നടത്തുന്ന ആക്രമണ പരമ്പരകളിൽ ജോർജ് കുര്യന്റെ പ്രതിഷേധം എവിടെയാണ്? ക്രൈസ്തവ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന 50 രാജ്യങ്ങളിൽ 10ാം സ്ഥാനത്താണ് ഭാരതം. മിസ്റ്റർ ജോർജ് കുര്യൻ, നിങ്ങൾക്കത് നിഷേധിക്കാനാകുമോ? കഴിഞ്ഞ ഏപ്രിൽ 11-ാം തീയതി മണിപ്പൂരിൽ 3 ദേവാലയങ്ങൾ BJP സർക്കാർ തകർത്തു. മണിപ്പൂരിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. സ്ത്രീകൾ പരസ്യമായി ആൾക്കൂട്ട ബലാത്സംഗത്തിനിരയായി.
ജോർജ് കുര്യൻ, നിങ്ങൾ ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നോർക്കണം. നിങ്ങളുടെ പ്രധാനമന്ത്രിയും മിണ്ടിയിട്ടില്ല. പാവങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ട മദർ തെരേസ എന്ന് ആക്ഷേപിച്ച് ആ വിശുദ്ധ മരിച്ചപ്പോൾ ഭാരതത്തിന്റെ മാനം കാക്കേണ്ട 3 സൈനിക അധിപന്മാരെ കൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് അവരുടെ ശവം ചുമപ്പിച്ചു. അല്ലയോ ഹിന്ദു, നിന്റെ പ്രതിഷേധം എവിടെയായിരുന്നു എന്ന് ശശികല പച്ചയ്ക്ക് വർഗീയത പറഞ്ഞപ്പോൾ ജോർജ് കുര്യനിലെ ക്രിസ്ത്യാനി എവിടെയായിരുന്നു? രാജ്യത്തെ പട്ടിണി മാറ്റാൻ ഇനി മുതൽ കന്യാസ്ത്രീകൾ മതിയെന്ന് ശശികല പുച്ഛിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു മിസ്റ്റർ? മദർ തെരേസ സേവനത്തിന്റെ മറവിൽ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ച വ്യക്തിയാണെന്നും അവർക്ക് നൽകിയ ഭാരതരത്നം പിൻവലിക്കണമെന്നും RSS നേതാവ് മോഹൻ ഭാഗവത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ മിസ്റ്റർ ജോർജ് കുര്യൻ, ഒരു ക്രൈസ്തവ നാമധാരി എന്ന നിലയിലെങ്കിലും നിങ്ങൾക്ക് പ്രതിഷേധിക്കാമായിരുന്നു. ഉണ്ടായില്ല. മിസ്റ്റർ ജോർജ് കുര്യൻ, കോൺഗ്രസ് കൊണ്ടുവന്ന ഭരണഘടന അനുസരിച്ച് ഈ ജനാധിപത്യ രാജ്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം. പക്ഷേ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യരെ തമ്മിൽ തല്ലിക്കരുത്. ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുകൂടി അർത്ഥമുണ്ട്. ക്രൈസ്തവ സഭയുടെ എസൻസ് 2 കാര്യങ്ങളാണ്. 1, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. 2, എല്ലാറ്റിലുമുപരി ദൈവത്തെ സ്നേഹിക്കുക. അതുകൊണ്ട് ശ്രീ ജോർജ് കുര്യൻ, നിങ്ങൾ ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയാണെങ്കിൽ കൊല ചെയ്യപ്പെടുന്നത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും നിങ്ങളുടെ നെഞ്ചു പൊള്ളി അടർന്നേനെ. ഒരിക്കലും ഒരിടത്തും നിങ്ങൾക്കൊരു പൊള്ളലേ ഉണ്ടായില്ല. എനിക്കുറപ്പുണ്ട് നിങ്ങൾ ഒരു ക്രൈസ്തവ വിശ്വാസിയല്ല. കാരണം യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിക്ക് ഒരു RSSകാരനാകാൻ കഴിയില്ല. ഒരു RSSകാരന് ഒരിക്കലും ക്രൈസ്തവരുടെ പക്ഷം ചേരാനും കഴിയില്ല. പുള്ളിപ്പുലിയുടെ ശരീരത്തെ പുള്ളികൾ ആർക്കെങ്കിലും മായ്ക്കാൻ കഴിയുമോ?